നമസ്കാരം, മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്കറിയാം, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പാലക്കാട് നെന്മാറ നെല്ലിയാമ്പതി ചുരത്തിൽ ഒരു വാഹനാപകടം ഉണ്ടായി. KSRTCയുടെ പ്രിയദർശിനി എന്ന് പറയുന്ന ബസ്സാണ് അടുത്തുള്ള തേക്കിൻ പ്ലാന്റേഷനിലേക്ക് മറിഞ്ഞത്. തേക്കിൻ മരങ്ങൾ ഇടിച്ചു നിൽക്കുകയായിരുന്നു വാഹനം മറിയാനുണ്ടായ സാഹചര്യം നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ബ്രേക്ക് നഷ്ടമായതാണ്. ചുരം ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ടു. വാഹനം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വാഹനം സമീപത്തെ സംരക്ഷണ ഭിത്തി ഇടിച്ചു തകർത്ത് തേക്കിൻ പ്ലാന്റേഷനിലേക്ക് മറിയുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു സ്ത്രീ മരണപ്പെട്ടു. ജയന്തി എന്നാണ് പേര്. അവരൊരു ഫാം ജീവനക്കാരി എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അവരുടെ മരണത്തിൽ അനുശോചനം, ഏറ്റവും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു. പിന്നെ നമ്മൾ ആരും ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നില്ല, ഒരു യാത്ര തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നില്ല അതൊരു മരണത്തിലേക്കോ ഒരു അപകടത്തിലേക്കോ കലാശിക്കുമെന്ന്. എന്തായാലും അവരുടെ വീട്ടുകാരുടെ ഉറ്റവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പിന്നീട് പരിക്കേറ്റ ആളുകളെ നാട്ടുകാരുടെയും പോലീസുകാരുടെയും സഹായത്തോടു കൂടെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നിലവിൽ അപകടം ഉണ്ടായ ഒരു സാഹചര്യം ബ്രേക്ക് നഷ്ടമായതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തെപ്പറ്റി കൂടുതൽ വിശാലമായ രീതിയിൽ തന്നെ വിശകലനം ചെയ്യാനുണ്ട്, അന്വേഷണം നടത്താനുണ്ട്. ഇപ്പോൾ KSRTC ബസ് പുതിയ ഗവൺമെന്റ് വന്ന പിന്നെ പുതിയൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ, അതാണ് ഈ പ്രിയദർശിനി എന്ന പേര് മാറ്റിയത്. അപ്പം ഈ ബസ്സിന്റെ വരവോടെ ഫ്രീ യാത്ര, സ്ത്രീകൾക്ക് ഫ്രീ യാത്ര സാധ്യമായതോടുകൂടി വലിയ തരത്തിൽ വിവാദങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക്, അതായത് ലൈൻ ബസ്സുകാർക്ക് അവരുടെ ആളുകളെ നഷ്ടമായി, അവരുടെ വരുമാനം നഷ്ടമായി, ജോലി പോകുന്ന അവസ്ഥയിലേക്ക്, തൊഴിൽ നഷ്ടമാവുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു പ്രതിസന്ധി ഘട്ടമൊക്കെ വന്നു. അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സംഭവം വന്ന സമയത്ത് KSRTC ജീവനക്കാർ, ഡ്രൈവർമാർ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമാണ്, ഈ KSRTC ബസ്സുകളൊക്കെ തന്നെ കൂടുതലും ഒരുപാട് കാലപ്പഴക്കമുള്ളതാണ്. അപ്പം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന സമയത്ത് അവർ കൂട്ടമായിട്ട് ബസ്സുകളിലേക്ക് കയറും. കൂട്ടമായി ബസ്സുകളിലേക്ക് കയറുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ ആളുകളായ ഓവർലോഡായി ആ യാത്രക്കാരെയും കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഈ ചുരമൊക്കെ വരുന്ന സ്ഥലത്ത് ബ്രേക്കുകൾ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടെന്ന് പല ഡ്രൈവർമാരും മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ്. അത് വലിയ അപകടത്തിലേക്കൊക്കെ നയിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതൊന്നും ആ സമയത്ത് ചിന്തിക്കാതെയാണ് ഗവൺമെന്റിന്റെ ഒരു പുതിയ നയം നടപ്പിലാക്കിയിരുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത് എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. പക്ഷെ അതും ഒരു കാരണം തന്നെയാണ്. അത് പരിശോധിക്കേണ്ട കാര്യമാണ്, വിലയിരുത്തേണ്ട കാര്യമാണ്. അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം 72ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. പുരുഷന്മാരും ഉണ്ടായിരുന്നു. പുരുഷന്മാരെക്കാളും അധികം സ്ത്രീകളാണ് ഇപ്പോൾ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും പരിക്കുകൾ ഏറ്റു. എന്തായാലും നിലവിൽ ഒരു മരണം മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. ഒരു ബസ്സിൽ 70-ന് മുകളിൽ യാത്രക്കാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ബസ്സുകൾക്ക് അത്രയും അധികം ആളുകളെ താങ്ങിക്കൊണ്ടു പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഒരു 30 മുതൽ 40 വരെയൊക്കെയാണ് ഒരു മിനിമം നമുക്ക് സുരക്ഷിതമായി കൊണ്ടുപോകാൻ പറ്റുന്ന നിലവിലെ സ്ഥിതി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ഓവർലോഡ് അനുവദനീയമാണോ ഇനിയുള്ള സന്ദർഭങ്ങളിലെങ്കിൽ? കാരണം സ്ത്രീകളൊക്കെ കുടിച്ച് തിരക്ക് പിടിച്ച് ബസ്സുകളിലേക്ക് വന്ന് കയറുന്നൊരു സമയമായി കഴിഞ്ഞു. കാരണം ഫ്രീ യാത്രയാണ്. അപ്പം മുൻപ് എവിടെയും പോകാത്ത ആൾക്കാർ പോലും, സ്ത്രീകൾ പോലും ഫ്രീ ആയിട്ട് യാത്ര നടത്തുന്നുണ്ടെന്ന് സ്ത്രീകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഇതിനൊരു ലിമിറ്റേഷൻ വെക്കണ്ടേ, ഒരു നിബന്ധന വെക്കണ്ടേ? ഇത്രമാത്രം ആളുകളെ മാത്രം ഇതിൽ എടുത്താൽ മതിയെന്ന്? അല്ല, ഇത് പിന്നീട് അപകടങ്ങൾ നടക്കാനുള്ളൊരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കൂടുതൽ വലിയ ദുരന്തങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ കൃത്യമായ നിബന്ധന തന്നെ വെക്കേണ്ടതുണ്ട്. കാരണം ഓവർലോഡ് എപ്പോഴും ആപത്താണ്, പ്രത്യേകിച്ച് ഇത്തരം മലയോര മേഖലകളിൽ. അപ്പോൾ ഡ്രൈവർമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രേക്ക് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. നമ്മളെ മാനസിക നില തന്നെ, ഡ്രൈവർമാരുടെ മാനസിക നില തന്നെ ആ സമയത്ത് ചിലപ്പോൾ തെറ്റിപ്പോകും. എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടെന്ന് പാനിക് ആകുമ്പോഴുള്ള ഒരു അവസ്ഥയാണത്. അപ്പോൾ വാഹന നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഇത്തരം കാര്യങ്ങളെങ്കിൽ എല്ലാം KSRTC ആണെങ്കിലും ലൈൻ ബസ്സുകളാണ്. എന്തായാലും ഗവൺമെന്റ് കൃത്യമായിട്ടൊരു തീരുമാനം, ഇതിലൊരു നയം കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്കറിയില്ല, ഇത് അന്വേഷണം നടക്കും. അതിനുശേഷം വിശദ വിവരങ്ങളൊക്കെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു കൃത്യമായൊരു നിബന്ധന ഇതിനാവശ്യമാണ്. എന്നാൽ മാത്രമേ സുരക്ഷിതമായ ഒരു യാത്ര സാധ്യമാവുകയുള്ളൂ. പിന്നെ നിലവിൽ ഇപ്പോഴുള്ള ഫ്രീ യാത്ര എന്ന് പറയുന്ന ഒരു നയം ഇപ്പോൾ സ്ത്രീകൾ പോലും പലരും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഉള്ള സമാധാനം കൂടെ പോയി. കാരണം ബസ്സിൽ അത്രയധികം തിരക്കാണ്. നിൽക്കാൻ പോലും മര്യാദ നിൽക്കാൻ പോലുള്ള ഒരു
അവസ്ഥയിലല്ല അതിനുള്ള ഒരു സൗകര്യം പോലും ലഭിക്കുന്നില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട്. ഫ്രീ നൽകുന്നതൊക്കെ ഓക്കെ, ഒരുപാട് കടബാധ്യതയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ അതിലൊരു ചേഞ്ച്, മാറ്റം കൊണ്ടുവരണം എന്ന് തന്നെയാണ് പലരുടെ, എൻ്റെ മാത്രമല്ല കേരളത്തിലുള്ള മിക്കവാറും ആളുകളുടെ അഭിപ്രായം. ഫ്രീ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രീ കൊടുക്കണമെന്നില്ല, ഒരു നിശ്ചിത തുക അതിൽ നിന്ന് ലഘൂകരിച്ചുകൊണ്ട് ഒരു മിനിമം പൈസയോട് കൂടി യാത്ര ചെയ്യാൻ അനുവദിച്ചാൽ മതി. അതും അർഹരായവർക്ക് മാത്രം. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഷൻ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങി ഒട്ടുമിക്ക കാർഡുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇതേപോലെ ഒരു കാർഡ് സംവിധാനം കൊണ്ടുവന്നൂടെ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി? മഞ്ഞക്കാർഡ്, പച്ചക്കാർഡ് എന്നൊക്കെ പറഞ്ഞ പോലെ. അതായത് നമ്മുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ജോലിയുടെ അടിസ്ഥാനത്തിൽ, വീട്ടിൽ പ്രായമായവരുടെ, കുട്ടികളുടെ, ഇനി വൈകല്യം ബാധിച്ചവരുടെ അടിസ്ഥാനത്തിൽ ഓരോ കാർഡുകളൊക്കെ ഇറക്കി ഇത്ര പൈസയ്ക്ക് യാത്ര ചെയ്യാം നിങ്ങൾ. ആ ഒരു രീതിയിലൊരു മാറ്റം കൊണ്ടുവന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയുക. എന്തായാലും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ, കൂടുതൽ മരണങ്ങൾ നടക്കാതിരിക്കട്ടെ. ഈ ഒരു ദാരുണാവസ്ഥയ്ക്ക് ഒരു കൃത്യമായ ഒരു പഠനം നടത്തി, കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തി ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. ബൈ.